ഹലോ ഒരുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കല്യാണ ഷോപ്പിംഗ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ കല്യാണ സിൽക്സിലാണ് വന്നേക്കുന്നത് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറി ചെന്നു. നമ്മൾ സാരിയുടെ സെക്ഷനിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും സാരി എടുക്കണമായിരുന്നു. അപ്പോൾ ഈ ഒരു കളർ സാരി അമ്മയ്ക്കും എനിക്കും ഇഷ്ടപ്പെട്ടു. നല്ലൊരു കളർ കോംബോ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എനിക്ക് ഉടുക്കുമ്പോൾ ഭയങ്കര ബോഡി ഹഗ്ഗിങ് ആയി കിടക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ പിന്നെ വേണോ വേണ്ടേന്ന് എടുക്കാറുന്നു. അപ്പോൾ പിന്നെ അമ്മയ്ക്കും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എടുക്കാം, ആർക്കാണെങ്കിലും എടുക്കാമല്ലോ സാരി ഇല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സാരി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു സാരി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ ഒരു സാരി ട്രയൽ നോക്കി, ആ സാരി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛനും കണ്ണനും ഷർട്ടൊക്കെ എടുത്തു. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ വരികയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആ കല്യാണ സീസൺ ടൈമിലത്തെ ആണ് അത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ അവിടെ നിന്ന് സാരി ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇത് വേറെ ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി പോവാണ്. കല്യാണത്തിന് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഗോൾഡൊക്കെ എടുക്കുമല്ലോ, അങ്ങനെ ഗോൾഡ് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് നമുക്ക് അങ്ങനെ വലിയ ഹെവി ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു മാല വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, ക്യൂട്ട് മാലയല്ലേ. നമ്മൾ എടുത്തൊന്നുമില്ല കേട്ടോ, ചുമ്മാ വെച്ച് നോക്കിയെന്നുള്ളൂ. പിന്നെ നമ്മൾ ഗോൾഡ് കൊടുത്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ടു വന്നു. പിന്നെ എനിക്കൊരു സെക്കൻഡ് സ്റ്റെയർ എടുക്കണമായിരുന്നു, അപ്പോൾ നമ്മൾ അതും എടുത്തു. അങ്ങനെ അവിടുന്ന് ജ്യൂസും ചായയൊക്കെ നമുക്ക് തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കാനുണ്ട്. ഇങ്ങനെ ലൈനിങ് തുണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കൽപ്പകയിലാണ് പോയത്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ലൈനിങ് തുണിയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ചില സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എൻ്റെ പിന്നെ കുറേ ക്യൂ നിന്നിട്ടൊക്കെയാണ് നമ്മൾ ബില്ല് അടിച്ചത്. എന്നിട്ട് അവിടുന്ന് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിക്ക് കുറച്ച് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പോയി കഴിഞ്ഞിട്ട് എന്തുണ്ടായി, പകുതി സാധനം വാങ്ങിയിട്ടില്ല. നമുക്ക് മുട്ട വാങ്ങിയിട്ട് അവിടെ തന്നെ വെച്ചു, നമുക്ക് അവർ തന്നിട്ടില്ല കവറിൽ. അപ്പോൾ അത് കണ്ടില്ലേ കവറിൽ. അപ്പോൾ ഞാനും കടനും കൂടിയിട്ട് അതെടുക്കാൻ വേണ്ടി വീണ്ടും ആ ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഒരു മഴയത്ത് ഒരു റൈഡ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ പോയി നമ്മൾ സാധനമൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ ആർത്താറ്റൊരു ചായക്കട ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. ഇവിടുത്തെ മുട്ട ബജി നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല എരിവ്, മറ്റേ കാന്താരിയോ അങ്ങനെ എന്തോ ഇട്ടിട്ടുള്ള സംഭവമാണ്. നല്ല കിടില സാധനമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.